സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ വൈഭവിനെ ആദ്യ പന്തിൽ തന്നെ പുറത്താക്കിയ താരമാണ് പ്രഫുൽ ഹിൻഗെ. വൈഭവിൻ്റേതുൾപ്പെടെ അന്ന് 4 വിക്കറ്റുകളുമായി ഹിൻഗെ താരമായി. IPL അരങ്ങേറ്റത്തിൽ ആദ്യ ഓവറിൽ 3 വിക്കറ്റ് എടുക്കുന്ന താരമെന്ന റെക്കോർഡും അന്ന് ഹിൻഗെ സ്വന്തം പേരിലാക്കി. ആ മത്സരത്തിന് ശേഷം ഹിൻഗെ ക്യാമറയ്ക്ക് മുന്നിലായി പറഞ്ഞു, വൈഭവിനെ പുറത്താക്കുമെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. സച്ചിൻ്റെ വിക്കറ്റ് ഞാൻ എടുക്കും, കോഹ്ലിയുടെ കുറ്റി ഞാൻ തെറിപ്പിക്കും എന്നെല്ലാം ആഗ്രഹിക്കുന്ന, വെല്ലുവിളിക്കുന്ന താരങ്ങളുണ്ട്. അതേ ശ്രേണിയിലേക്ക് വെറും 15 വയസ്സുകൊണ്ട് എത്തിയെന്നുള്ളത് വൈഭവ് ഈ ചെറിയ കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത പ്രതീക്ഷയാണ്. രാജസ്ഥാൻ ഹൈദരാബാദ് പോരാട്ടത്തിൻ്റെ 2ാം പാദ മത്സരം. ഇത്തവണ കളി ജയ്പൂരിലാണ്. ഹിൻഗെ കൂട്ടുകാരോട് എന്തെങ്കിലും വെല്ലുവിളി നടത്തിയോ എന്ന് വ്യക്തമല്ല. പക്ഷേ വൈഭവ് എന്ന് ഉറപ്പിച്ചിരുന്നു, ഹിൻഗയെ അടിക്കണം. അക്ഷരാർത്ഥത്തിൽ 15കാരൻ അത് നടപ്പാക്കി. ഹിൻഗെ എറിഞ്ഞ 2ാമത്തെ പന്ത് ഏറെക്കുറെ കഴിഞ്ഞ കളിയിൽ വൈഭവ് പുറത്തായ അതേ രീതിയിലുള്ള ഒന്നായിരുന്നു. ഒരു ബാക്ക് ഓഫ് ലെങ്ത് പന്ത്, ബാക്ക് ഫുട്ടിൽ ഒരു ഹുക്ക്. പന്ത് ഗാലറിയുടെ ഏറ്റവും മുകളിൽ കാണികൾക്കിടയിലേക്ക് ചെന്നു. അടുത്ത 3 പന്തുകളും അതിർത്തി കടന്നുപോയി. IPL ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു താരം ആദ്യ ഓവറിൽ തന്നെ 3-ൽ കൂടുതൽ സിക്സർ നേടുന്നത്. ഹിൻഗെ ഇനി എന്തായാലും വൈഭവിനെ ചൊല്ലി ബെറ്റ് വെക്കാൻ നിൽക്കില്ല. ആഷസിലുൾപ്പെടെ എതിരാളികളെ എറിഞ്ഞു തീർക്കാറുള്ള പാറ്റ് കമ്മിൻസിനെയും സിക്സർ അടിച്ചുകൊണ്ടാണ് വൈഭവ് എതിരേറ്റത്. ജസ്പ്രീത് ബുംറ, ജോഷ് ഹേസൽവുഡ്, സുനിൽ നരൈൻ തുടങ്ങി നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിച്ച ടോപ്പ് ക്ലാസ് ബൗളർമാരിലേക്ക് വൈഭവ് പാറ്റ് കമ്മിൻസിനെയും ചേർത്തു. റോക്കി ബായിയെപ്പോലെ ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല അവൻ. വൈഭവ് തല്ലിയ 10 പേരും ഡോണുകളാണ്. ഈ IPLലെ ഏറ്റവും മികച്ച കണ്ടെത്തലുകളിലൊന്നാണ് സാക്കിബ് ഹുസൈൻ. വൈഭവിൻ്റെ നാടായ ബീഹാറിൽ നിന്ന് തന്നെയാണ് സാക്കിബും വരുന്നത്. സീസണിൽ ഇതുവരെ ഒരു സിക്സർ പോലും വഴങ്ങാത്ത ബോളർ എന്ന ഖ്യാതി സാക്കിബിനുണ്ടായിരുന്നു. ഇതുവരെ 78 പന്തുകളാണ് സാക്കിബ് എറിഞ്ഞത്. ഒരാൾക്ക് പോലും അതിർത്തിക്കപ്പുറത്തേക്ക് പായിക്കാൻ കഴിഞ്ഞിരുന്നില്ല സാക്കിബിൻ്റെ പന്തിനെ. എന്നാൽ സാക്കിബ് 79ാമത്തെ പന്തെറിഞ്ഞത് വൈഭവിന് നേരെയാണ്. അത് സിക്സറിലേക്ക് പറന്നു. ആ റെക്കോർഡും അവിടെ പൊട്ടിച്ചു. IPLലെ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ 5ലും സെഞ്ചുറി പിറന്നിരുന്നു. തിലക് വർമ്മ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സായ് സുദർശൻ, KL രാഹുൽ. രാജസ്ഥാൻ ഹൈദരാബാദ് മത്സരത്തിലേക്ക് എത്തിയപ്പോൾ അതിൽ വൈഭവോ അതോ അഭിഷേകോ എന്നായിരുന്നു ആരാധകരുടെ ആകാംക്ഷ. ആ പ്രതീക്ഷ 15കാരൻ തെറ്റിച്ചില്ല. 15 പന്തിൽ അർദ്ധ സെഞ്ചുറിയും 36 പന്തിൽ സെഞ്ചുറിയും നേടി വൈഭവ് തന്നിലുള്ള വിശ്വാസം കാത്തു. കഴിഞ്ഞ വർഷം സെഞ്ചുറി നേടിയ അതേ ഗ്രൗണ്ടിൽ ഒരു വർഷത്തിനുപുറം മറ്റൊരു സെഞ്ചുറി കൂടി. IPLൽ 2 സെഞ്ചുറി നേടുന്ന ആദ്യ അൺക്യാപ്ഡ് പ്ലെയർ. IPLലെ വേഗമേറിയ 3ാമത്തെ സെഞ്ചുറി. 2ാമത്തെയും തൻ്റെ പേരിൽ തന്നെയാണ്. പുനെ വാരിയേഴ്സിനെതിരെ 30 പന്തിൽ സെഞ്ചുറി തികച്ച ക്രിസ് ഗെയിലിൻ്റെ പേരിലാണ് റെക്കോർഡ്. അതും ഇളകി തുടങ്ങുന്നുണ്ട്. 12 സിക്സറുകളാണ് SRHനെതിരെ സൂര്യവംശി അടിച്ചത്. ഒരു ഇന്നിങ്സിൽ ഏറ്റവും അധികം സിക്സർ നേടുന്ന ഇന്ത്യൻ താരമായി ഇതോടെ വൈഭവ് മാറി. 11ആയിരുന്നു ഇതിന് മുൻപത്തെ റെക്കോർഡ്. അതും തൻ്റെയും മുരളി വിജയുടെയും പേരിലാണ് ഉണ്ടായിരുന്നത്. 2020ൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന താരമായും വൈഭവ് മാറി. 473 പന്തുകൾ മാത്രമാണ് വൈഭവ് 1000 തികയ്ക്കാൻ വേണ്ടിയെടുത്തത്. 533 പന്തുകളെടുത്ത മിച്ചൽ ഓവൻ്റെയും 558 പന്തുകളെടുത്ത ആൻഡ്രൂ സൈമൺസിൻ്റെയുമാണ് വൈഭവ് മറികടന്നത്. 18 വയസ്സിന് മുമ്പ് 1000 തികച്ച മറ്റൊരു പ്ലെയറും ലോകത്തിലായിരുന്നു കൂടി ഓർക്കണം. വൈഭവ് സൂര്യവംശി എൻ്റെ ഏറ്റവും പുതിയ ഫേവറേറ്റ് പ്ലെയറാണ്. ബുംറയെയും ഹേസൽവുഡിനെയും ഭുവിയെയും പോലുള്ള ലോകോത്തര ബോളർമാരെ ആദ്യ മത്സരത്തിൽ തന്നെ ആക്രമിക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ. അവരെയെല്ലാം തൻ്റെ ആരാധകരാക്കി മാറ്റാൻ ഈ ചെറിയ പ്രായത്തിൽ വൈഭവിന് സാധിച്ചു. അവൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന താരമാണ്. പറയുന്നത് പാറ്റ് കമ്മിൻസാണ്, ലോകത്തെ ഏറ്റവും മികച്ച പേസർമാരിലൊരാൾ. ഇന്നലെ വൈഭവ് തല്ലിച്ചതച്ച SRHൻ്റെ ക്യാപ്റ്റൻ. വൈഭവിൻ്റെ ബാറ്റിൻ്റെ സ്വിങ്ങും സ്പീഡും വളരെ വേഗത്തിലുള്ളതാണ്. അതാണ് അത്രയും അനായാസമായി സിക്സ് അടിക്കാൻ വൈഭവിന് സാധിക്കുന്നത്. വൈഭവിൻ്റെ ബാറ്റിംഗ് കണ്ട് വണ്ടറടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും വെടിക്കെട്ട് താരമായ വീരേന്ദർ സെവാഗ്. സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രകടനമാണിതെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ 15ാം വയസ്സിനെക്കുറിച്ച് ആലോചിച്ചു പോവുകയാണ്. അന്ന് ഞങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? എനിക്ക് ആ പ്രായത്തിൽ ക്രിക്കറ്റ് അങ്ങനെ കളിക്കാൻ പോലും അറിയില്ലായിരുന്നു. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയ്ക്ക് ശേഷമാണ് ഞാൻ ക്രിക്കറ്റ് ഗൗരവമായി പഠിച്ചു തുടങ്ങിയത്. എന്നാൽ ഇവിടെ ഇതാ ഒരു 15കാരൻ സെഞ്ചുറി അടിച്ചു കൂട്ടുന്നു, അതും ലോകോത്തര ബോളർമാർക്കെതിരെ. അവനെ എത്ര പ്രശംസിച്ചാലും കുറഞ്ഞു പോകും. 15 വയസ്സുള്ള ഈ കുട്ടിയുടെ മൈൻഡ് സെറ്റ് അമ്പരപ്പിക്കുന്നതാണ്.
സെവാഗ് പറയുന്നു. വെറും 15-കാരനിലാണ് ഒരു ഫ്രാഞ്ചൈസി ഒരു ലോങ് ടൂർണമെൻറ്റിൽ പ്രതീക്ഷയർപ്പിക്കുന്നത് എന്നത് കൗതുകകരമാണ്. വൈഭവ് തിളങ്ങിയില്ലെങ്കിൽ രാജസ്ഥാനില്ല. വൈഭവും ജയ്സ്വാളും നൽകുന്ന ആ തുടക്കം മാത്രമേ ഉള്ളൂ. പിന്നീടെത്തുന്ന ക്യാപ്റ്റൻ റിയാൻ പരാഗ് ആണെങ്കിലും ധ്രുവ് ജുറേലാണെങ്കിലും ഹെറ്റ്മേയർ ആണെങ്കിലും ആർക്കുമൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വൈഭവിനെ അമിതമായി ആശ്രയിച്ചത് തന്നെയാണ് ഹൈദരാബാദിനെതിരായ മത്സരത്തിലെ തോൽവിക്കും കാരണം. നോക്കൂ, ആദ്യത്തെ 6 ഓവറിൽ രാജസ്ഥാൻ 76 റൺസ് നേടി. മിഡിൽ ഓവറും മികച്ചതായിരുന്നു. ആ 9 ഓവറിൽ പിറന്നത് 108 റൺസാണ്. എന്നാൽ വൈഭവ് പുറത്തായ ശേഷം സ്കോർ ബോർഡ് തണുത്തു. അവസാന 5 ഓവറിൽ 46 റൺസ് മാത്രമാണ് രാജസ്ഥാന് നേടാനായത്. ടീം ടോട്ടലിൽ ഒരു 20 റൺസോളം കുറവ്. അത് രാജസ്ഥാന്റെ തോൽവിയിൽ നിർണായകവുമായി. കഴിഞ്ഞ സീസണിൽ തൻ്റെ 14-ാം വയസ്സിൽ അരങ്ങേറിയാണ് വൈഭവ് ചരിത്രത്തിൽ ഇടം പിടിച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിൽ സെഞ്ചുറി. പിന്നീട് ഇന്ത്യയുടെ ജൂനിയർ കാറ്റഗറിയിൽ പലകുറി വെടിക്കെട്ട് കണക്ക് 3 അക്കം തൊട്ടു വൈഭവ്. വൺ ടൈം വണ്ടറല്ല താനെന്ന് ഈ സീസണിലെ പാതി മത്സരം കൊണ്ട് തന്നെ വൈഭവ് തെളിയിച്ചു. തൻ്റെ ആദ്യ സീസണിൽ 7 മത്സരങ്ങളിൽ നിന്ന് 252 റൺസാണ് വൈഭവ് നേടിയത്. ഈ സീസണിൽ ഇതിനകം 7 മത്സരങ്ങളിൽ നിന്ന് 357 റൺസ് വൈഭവ് അടിച്ചുകൂട്ടി കഴിഞ്ഞു. ഇന്ത്യയുടെ സെലക്ടർമാരോടാണ്, പ്രായവും മറ്റുമൊന്നും ഇനിയും നോക്കി കാത്തിരിക്കേണ്ട. നീലക്കുപ്പായത്തിൽ ചെക്കനെ അങ്ങ് അഴിച്ചുവിട്ടേക്ക്. ചരിത്രവും കണക്കുകളും അവന് കുറെ തിരുത്താനുണ്ട്.